ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട, അതായത് ശനിഗ്രഹത്തിൻ്റെ വക്രഗതിയെ പറ്റിയാണ്. ഇപ്പോൾ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശനിഗ്രഹം ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ മീനം രാശിയിൽ വക്രത്തിലാകുന്നത് കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. കർക്കിടകക്കൂറുകാരെന്ന് പറയുമ്പോൾ പുണരം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരെയാണ്. ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശനി 7ാം ഭാവാധിപനാണ്, അതുപോലെ 8ാം ഭാവാധിപനുമാണ്. അപ്പോൾ 7ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശനി ജൂലൈ 27 മുതൽ വക്രത്തിലാകുകയാണ്. ഡിസംബർ 11 വരെ ഭാഗ്യസ്ഥാനത്ത് ശനി വക്രത്തിലായിരിക്കും. ആ വക്രശനി ഈ കുറുകാരുടെ 3, 6, 11 ഭാവരാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 6ഉം 9ഉം ഭാവാധിപനാണ് ഗുരു. ആ ഗുരു ഇപ്പോൾ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് ആ ഗുരു ഈ കുറുകാരുടെ ഭാഗ്യസ്ഥാനത്ത്, ഭാഗ്യഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ശനിയുടെ വക്രസ്ഥിതി കൊണ്ടുണ്ടാകാവുന്ന ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അപ്പോൾ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആ രാശി ചന്ദ്രൻ്റെ രാശിയാണ്. അപ്പോൾ ചന്ദ്രൻ്റെ മിത്രഗ്രഹമല്ല ശനി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ ശനി അഷ്ടമ ഭാവാധിപനായിട്ട് 9ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചില കാര്യങ്ങളിൽ ചെറിയ ഭാഗ്യ തടസ്സങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായിരിക്കാം, ശനി ആ 9ൽ സഞ്ചരിക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് ക്ഷമയും സഹനശക്തിയൊക്കെ ആവശ്യമായിട്ടുള്ള സമയമായിരുന്നു ഈ ശനി 9ലൂടെ സഞ്ചരിക്കുമ്പോൾ. എന്തെങ്കിലുമൊക്കെ കാര്യതടസ്സങ്ങൾ, പ്രവർത്തനത്തിൽ എന്തെങ്കിലുമൊക്കെ മാന്ദ്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടിരുന്നിരിക്കാം. പൊതുവെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടും വൈകാരികമായിട്ടും ഒരു അസന്തുലിതാവസ്ഥയിലൂടെ കടന്നുപോയ സമയമാണ്, കടന്നു പോകുന്ന സമയമാണ് ഈ ശനി 9ൽ സഞ്ചരിക്കുന്ന സമയം. എന്നാൽ ജൂലൈ 27 മുതൽ ആ 9ൽ സഞ്ചരിക്കുന്ന ശനി വക്രത്തിലാകുന്നു. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. പൊതുവെ നമുക്ക് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ട് അല്പം ചിന്തിക്കേണ്ടുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ ഈ ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം 9ലൊക്കെ ശനി വക്രത്തിൽ ആകുമ്പോൾ ആ ഉന്നത പഠനത്തിൽ നമ്മൾ ഒരു വിലയിരുത്തൽ ആവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ നമ്മളെ പിതാവുമായിട്ടുള്ള ബന്ധത്തിലും, അതുപോലെ ഈ സീനിയറായിട്ടുള്ള അധ്യാപകർ, ഗുരുക്കന്മാർ, അതുപോലെ മെൻറ്റേഴ്സ്, അവരുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ തന്നെ ഒരു കെയർ, അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ച് പോകേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 9ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് ജന്മരാശിയിൽ. അവിടെ നിന്നിട്ട് ആ ശനി ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭാഗ്യ തടസ്സങ്ങൾ, ഇപ്പം ശനി 9ൽ വക്രത്തിലാകുക വഴി ഉണ്ടാകുന്ന ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നത് സഹായകമാകും. പ്രത്യേകിച്ച് നമുക്ക് ആത്മീയപരമായിട്ടും അതുപോലെ തന്നെ മതപരപരമായിട്ടുള്ള നമ്മുടെ ഒരു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇപ്പം ശനി വക്രത്തിലൊക്കെ ആകുമ്പോൾ ആ ശനി പൊതുവെ അഷ്ടമരാശിയുടെ ദിശയിലേക്കാണ് നീങ്ങുന്നത്. അപ്പം ശനി അഷ്ടമ ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. നമുക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അതുപോലെ ഈ നിഗൂഢ ശാസ്ത്രങ്ങളിൽ, ഗവേഷണങ്ങളിൽ, അതുപോലെ നിരീക്ഷണങ്ങളിൽ, അന്വേഷണ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ് ഇത്യാദി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ ശനിയുടെ വക്രസ്ഥിതി സമയത്ത് ഉണ്ടാകും.
ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ നമ്മൾ ഒരു കെയർ കൊടുക്കുന്ന സമയമാണ്. അതുപോലെ ഈ ജോയിൻ്റ് അസറ്റുകളൊക്കെ പുനർവിന്യാസം ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ, അതുപോലെ ഈ മേരിറ്റ് റിലേഷൻഷിപ്പിൽ, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബന്ധം, പബ്ലിക് ഡീലിങ്സ്, ഇവയിലൊക്കെ നമ്മൾ ഒരു അവലോകനം ആവശ്യമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് 7ാം ഭാവാധിപനും കൂടിയാണ് ആ ശനി വക്രത്തിൽ വരികയാണ്. അപ്പോൾ നമുക്ക് പൊതുവെ ദമ്പതിമാർക്കിടയിൽ പരസ്പര വിശ്വാസം, അവർക്കിടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ആവശ്യമാണ്. പരസ്പരം റെസ്പെക്റ്റൊക്കെ ഈ സമയത്ത് ഉണ്ടാകേണ്ടുന്ന സമയമാണ്. എങ്കിലും ഗുരുവിൻ്റെയൊക്കെ ആ ദൃഷ്ടി 7ൽ വരുന്ന സമയമായതുകൊണ്ട് 7ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിലാകുന്നതിൻ്റെ ആ ദോഷങ്ങൾ ആ ഗുരുവിൻ്റെ 7ലെ ദൃഷ്ടി കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. വക്രശനി 3ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ ഹ്രസ്വയാത്രകളിൽ, അതുപോലെ മറ്റ് ദൂരയാത്രകളിലൊക്കെ തന്നെ ചില മാറ്റങ്ങൾ പ്ലാനിലൊക്കെ നമ്മളൊരു മാറ്റം വരുത്താനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ യാത്രകൾ നമ്മൾ ഈ സമയത്ത് മാറ്റി വയ്ക്കേണ്ടുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട്. അതുപോലെ ഈ നമ്മൾ അതുകൊണ്ട് ഈ യാത്രകളൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ ഒരു കെയർ വേണം. കമ്മ്യൂണിക്കേഷനിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് 3ലൊക്കെ വക്രശനിയുടെ ദൃഷ്ടി വരുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഈ സഹോദരങ്ങളുമായിട്ടുള്ള ആ ബന്ധം, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇവയിലൊക്കെ ശ്രദ്ധ കൊടുക്കണം. വക്രശനി 6ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഈ പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മലഗ്ന രാശിയിൽ നിൽക്കുകയാണ്. 6ൻ്റെ അഷ്ടമഭാവമാണ് ഈ ജന്മലഗ്ന രാശി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നമ്മൾ ശ്രദ്ധ കൊടുത്ത് അതിന് നമ്മൾ ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകാവുന്ന സമയമാണ്, ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ നമുക്ക് ഈ തൊഴിലിടത്ത് ശത്രുക്കളുടെയൊക്കെ ശല്യം നമ്മൾ കുറയും ഈ സമയത്ത്, പ്രത്യേകിച്ച് 6ലൊക്കെ ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഈ വർക്കിൽ, തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് ഉണ്ടെങ്കിൽ ആ ട്രബിൾസ് പരിഹരിക്കുന്നതിനും നമുക്ക് സാധിക്കുന്ന സമയമാണ്. ഇപ്പോൾ ലീഗലായിട്ട്, ഇപ്പോൾ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് ഒരു ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഈ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ നമ്മൾ അല്പം കെയർ കൊടുക്കുന്നത് നല്ലതാണ്. ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ തന്നെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. ശനി 7ാം ഭാവാധിപനായിട്ട് ആണ്. അപ്പോൾ ഈ ജീവിത പങ്കാളിയുടെ 7ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. ദാമ്പത്യ ബന്ധത്തിലും നമ്മൾ ഈ വക്രശനി കാലത്ത് ഒരു കെയർ വേണം. അതുപോലെ പ്രത്യേകിച്ച് ശനി 11ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വരുമാന സോഴ്സുകളിൽ, വരുമാന മാർഗങ്ങളിൽ ഒക്കെ നമ്മൾ ഒരു അച്ചടക്കമൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡിസിപ്ലിൻ ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. സൗഹൃദങ്ങളിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ ഒക്കെ ഒരു വിലയിരുത്തൽ ഉണ്ടാകണം. മുതിർന്നവരെ കൂടുതൽ ബഹുമാനിക്കുക. അതുപോലെ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ കഴിവതും നിർവഹിക്കാൻ ശ്രമിക്കുക. ഡിവൈനായിട്ടുള്ള തോട്ട് ഈ സമയത്ത് കൂട്ടുന്നത് നല്ലതാണ്. ആത്മീയ ചിന്തയൊക്കെ കൂടുന്നത് പൊതുവെ നമുക്ക് മാനസികമായിട്ടുള്ള ആ ടെൻഷൻ കുറയ്ക്കുന്നതിന് സഹായകമാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.